ഈ ഒരു ഹൈക്കിങ്ങിൽ ഒരുപാട് ആസ്വദിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ ഉണ്ടാവും ഒരുപാട് ചലഞ്ചസ്. നമുക്ക് ആസ്വദിച്ചതിന് തോന്നാം, എന്നിട്ട് പിന്നെ നമുക്ക് ഈ മറ്റുള്ള യാത്രകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുതുതായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് ഹൈക്കിങ്ങിനെ കുറിച്ചിട്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ കിളിമഞ്ചാരോനെ കുറിച്ചിട്ട് അതും എനിക്കൊരു പുതിയ അനുഭവമാണ്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിട്ട് ഹൈക്കിങ്ങിനേക്കാൾ കൂടുതൽ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യക്ക് പുറത്ത് ഹൈക്ക് ചെയ്യുന്നത്, അതും ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ. അപ്പോ ആഫ്രിക്കൻ കൺട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കുറെ സങ്കല്പങ്ങളാണ്. അവിടുത്തെ ആളുകളുടെ ആരോഗ്യം, അതാണ് നമ്മളെ മെയിൻ ആയിട്ട് നോക്കുന്നത്. അവർ ഭയങ്കര അജാനുബാഹുക്കളാണ്, അവരുടെ സംഭവങ്ങളൊക്കെ അജാനുബാഹുക്കളാണ് എന്ന് പറയില്ല. എന്തുകൊണ്ടെങ്കിലും ഭയങ്കര വൈൽഡ്നെസ് കൂടുതലാണ്, ഒരു കാടത്തം കൂടുതൽ എന്നുള്ള ഒരു രീതിയിലാണ്. അവരുടെ രാജ്യങ്ങൾ എങ്ങനെയായിരിക്കും, അവരുടെ സംസാരം എങ്ങനെയായിരിക്കും, അവരുടെ ഭക്ഷണം എങ്ങനെയായിരിക്കും, അങ്ങനെ അല്ലെങ്കിലും എന്തായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നമുക്ക്. പേടിയല്ല, എങ്ങനെ ആയിരിക്കും എന്നുള്ള അറിയാനുള്ള കുറെ ആഗ്രഹങ്ങൾ. അവരുടെ ഗ്രാമങ്ങൾ എങ്ങനെയായിരിക്കും, നമ്മൾ പല ചിത്രങ്ങളിലും മറ്റിടത്തൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ചെറിയൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ. അപ്പോ എന്റെ യാത്രയുടെ 2 ദിവസം മുമ്പ് ഞാൻ നേരത്തെ അവിടെ എത്തി, അവിടുത്തെ ജനങ്ങളെ ഒന്ന് കാണാനും പരിചയപ്പെടാനും അല്ലെങ്കിൽ അവരുടെ ഗ്രാമങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാനൊക്കെ. അതാണ് ഈ കിളിമഞ്ചാരോ വെറും ഹൈക്കിങ് മാത്രമല്ല, ഞാൻ ഇതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള രീതിയിലാണ് അങ്ങോട്ട് ഞാൻ പോയത്.